ഒരിക്കലും നടക്കില്ല എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർ വിധി എഴുതിയ ഒരു സ്വപ്ന പ്രൊജക്റ്റാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇനി എത്ര വലിയ മനുഷ്യനാണെങ്കിലും റോഡ് മാർഗമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വയനാട് നിന്ന് കോഴിക്കോടേക്ക് പോകാൻ പ്രധാനമായിട്ടും ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് അടിവാരത്തിൽ നിന്ന് തുടങ്ങി വയനാട് ലക്കിടി വരെയാണ് ഈ ചുരം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത്. 9 ഹെയർപിൻ വളവുകളുള്ള താമരശ്ശേരി ചുരത്തിന് 12 കിലോമീറ്റർ നീളമാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള യാത്രാ അനുഭവമാണ് ഈ ഒരു ചുരം നമുക്ക് സമ്മാനിക്കുന്നതെങ്കിലും അപകടം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല. മണ്ണിടിച്ചിലാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഗതാഗത കുരുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ വിവാഹം, പരീക്ഷ, ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ആളുകൾ ധൃതി പിടിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ചുരത്തിൽ പെട്ടുപോയാലുള്ള ഒരു അവസ്ഥ. അപ്പൊ ഇതിന് പകരം വേറൊരു പാത വേണം എന്നുള്ളതിന്റെ ഒരു ആവശ്യകത എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വർഷങ്ങൾ നീണ്ടു നിന്ന ഈ ഒരു പ്രശ്നത്തിന് ഇപ്പതേ ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. 2134 കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പുതിയ ഇരട്ട തുരങ്കപാത നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്നാണ് ഈ ഒരു പാതയുടെ തുടക്കം. ആനക്കാംപൊയിലിൽ നിന്ന് മറിപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന 6.6 കിലോമീറ്റർ 4 വരി പാതയാണ്. അതിനുശേഷം 125 മീറ്റർ നീളമുള്ള ഇരവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നു വേണം തുരങ്കപാതയിലേക്ക് കടക്കാൻ. സ്വർഗം കുന്ന് ചെമ്പറമല തുരന്നാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത്. കള്ളാടിയിലാണ് തുരങ്കം അവസാനിക്കുന്നത്. 8.11 കിലോമീറ്റർ ആണ് തുരങ്കപാതയുടെ ദൂരം വരുന്നത്. ഇന്ത്യയിലെ തന്നെ 3ാമത്തെയും നമ്മുടെ കേരളത്തിലെ തന്നെ 1ാമത്തെ ദൈർഘ്യം കൂടിയ തുരങ്കപാതയുമാണിത്. ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് വഴി ബൂമർ മെഷീൻ കൊണ്ട് തുരന്നാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത്. ഒരു ടണലിന് മാത്രം 8 മീറ്റർ വീതി വരുന്നുണ്ട്. വശങ്ങളിൽ 1 മീറ്റർ നടപ്പാതയും കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും ഉറപ്പാക്കിയിട്ടാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത്. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഉപയോഗം വരുന്നത് ഏതെങ്കിലും ഒരു ടണലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സം വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്രോസ് പാസേജ് വഴി നമുക്ക് മറു സൈഡിലുള്ള ടണലിലേക്ക് വാഹനങ്ങളെ കടത്തിവിടാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓരോ 750 മീറ്ററിലും ലേബൈ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലേബൈയുടെ ഉപയോഗം വരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ലേബയിൽ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കും. ഈ ഒരു ടണലിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതൊരു ECP കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. പാലങ്ങളുടെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ അറിയാലോ, ഒരുപാട് എതിർപ്പുകളുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. ഒരുപാട് ആൾക്കാർ നടക്കില്ല എന്ന് വിധി എഴുതിയ ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വീഴ്ച വന്നാൽ പോലും മാധ്യമങ്ങൾ അത് വളരെ വലിയ രീതിയിൽ തന്നെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഈ ഒരു പ്രൊജക്റ്റിന്റെ കൂടെ തന്നെ നിന്ന് ഇത് വിജയിപ്പിക്കണം.